നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോഴമ്മനെ അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത് സമാധാനായ. അമ്മയും അച്ഛനെയും മുത്തശ്ശിയൊന്നും വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. കാറ് മരത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ എല്ലാം അവിടെ കഴിഞ്ഞെന്നാ ഞാൻ വിചാരിച്ചത്. എപ്പോഴാ എനിക്ക് സമാധാനായത്, സന്തോഷായത്. നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ എത്ര ദിവസമായിട്ട് കാത്തിരിക്കാന്നറിയോ. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു അല്ലേ? അതൊക്കെ ഒരു പ്രയാസാണോ? നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങളിപ്പോ ഇറങ്ങും. പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ഋഷി അങ്ങനെ കയറിയതാ. വീട്ടിൽ ചെന്നിട്ട് സൗകര്യം പോലെ പിന്നെ ഇങ്ങോട്ട് വരാം. എന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. അവിടെ മുത്തശ്ശിയും അമ്മയും എല്ലാരും കാത്തിരിക്കാ. ചേച്ചി ഒന്ന് വന്ന്. എന്റെ മോളെ വാ. ചേച്ചി ചേച്ചി എന്ത് തീരുമാനിച്ചു? എന്താ കല്യാണത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു എന്ന്? എന്തിനാ ചേച്ചി സ്വന്തം ജീവിതം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നേ? എനിക്കും അഞ്ജിതയ്ക്കും വേണ്ടി ചേച്ചി സ്വയം ഹോമിക്കരുത്. ഇല്ലാത്ത ജാതകദോഷത്തിന് പരിഹാരമായിട്ടല്ലേ അഞ്ജിതയുടെ കല്യാണം നടത്താൻ പോകുന്നേ? അത് വേണ്ട. ആ പരിഹാരം നടത്താത്തത് കൊണ്ട് എന്റെ ജീവിതം അങ്ങ് നശിച്ചു പോകുന്നെങ്കിൽ തൊലഞ്ഞു പോട്ടെ. ഏതായാലും ചേച്ചി കല്യാണത്തിന് തല കുനിച്ചു കൊടുക്കണ്ട മോളെ. ഒന്നും വേണ്ട. ചേച്ചി പറയാൻ പോകുന്നതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും നാളും ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടതും വീർപ്പൊഴിക്കതും ഒക്കെ. ഇനി അത് വേണ്ട. ചേച്ചി, ഏട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നതും ചേച്ചി ആ വീട്ടിൽ വരുന്നതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും ചേച്ചി ഈ തീരുമാനം എടുക്കണ്ട. ഗോപിക പറഞ്ഞ ചേച്ചിയുടെ അവസ്ഥ മുഴുവനും എനിക്കറിയാം. കുട്ടിക്കാലം മുതൽ അനിയത്തിമാർക്കും കുടുംബത്തിനും വേണ്ടിയല്ലേ ജീവിച്ചത്. ആ ചേച്ചിക്ക് ഇനിയെങ്കിലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഗോപിക പറഞ്ഞതുപോലെ ചേച്ചി ഈ കല്യാണത്തിന് സമ്മതിക്കണ്ട. ചേച്ചി ചേച്ചി ഇപ്പൊ ഒന്നും പറയണ്ട. ഇക്കാര്യത്തിൽ ഇനിയൊരു സംസാരം വേണ്ട. ആ ഘട്ടമെല്ലാം കഴിഞ്ഞതാ. നിങ്ങൾ കരുതുന്ന പോലെ ഇത് ത്യാഗം ചെയ്യലൊന്നും അല്ല. ഇത് ഞാൻ വളരെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലാവും. അമ്മയുടെയും മുത്തശ്ശിയുടെയും നിർബന്ധം കാരണമല്ലേ ചേച്ചി ഏട്ടനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചെന്ന് എനിക്കറിയാം. ഏതായാലും വീട്ടിലെത്തിയിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുമോ? പോവാം ഗോപിയെ. ചേച്ചി ചേച്ചി വിചാരിച്ചാലും സിദ്ധുവേട്ടനായിട്ടുള്ള ചേച്ചിയുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. പോവാ ഋഷി. പോയിട്ട് വരാച്ചി. പതുക്കെ. ഋഷി 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 നിനക്ക് സുഖായോ? എനിക്ക് സുഖായേട്ടാ. ഗോപിക്ക് സുഖല്ലേ? വാ, രണ്ടുപേരും വാ. ഞാൻ നിങ്ങളോടൊരു വിശേഷം പറയാൻ കാത്തിരിക്കരുത്. ആ വിശേഷം എന്താന്ന് കേക്കണ്ടേ? കേക്കണ്ടേ? ആ, കേക്കണം. എന്താ വിശേഷം? അതെ, എനിക്ക് മാലാഖ കിട്ടുമല്ലോ. എന്നെ മാലാഖ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവാ. ഞാൻ മാലാഖ കല്യാണം കഴിക്കാൻ പോവാന്ന്. അതെ, അമ്പലത്തിൽ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ മാലാഖയ്ക്ക് വളയിട്ട് കൊടുത്തു.
ഫോട്ടോ എടുത്താണ്ടല്ലോ ഇനി കല്യാണം എന്നാ മുത്തശ്ശി പറഞ്ഞ്. എനിക്ക് കല്യാണം വേഗം വേണം. കല്യാണം കല്യാണം കല്യാണം. ഗോപികെ, ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഏട്ടന്റെ സന്തോഷം കണ്ടില്ലേ? ഇനി എങ്ങനെയാ നമ്മള്? ഈ കല്യാണം വേണ്ടാന്ന് പറയും. അതല്ലേ ഋഷി ഉദ്ദേശിച്ചത്? പറയണം. സിദ്ധുവേട്ടനും ദേവികേച്ചിയും അയാളുടെ കല്യാണം നടന്നാൽ ശരിയാവില്ലെന്ന് തന്നെ ഇവിടെയുള്ള വീട്ടുകാരോട് പറയണം. ഗോപിക പ്ലീസ്, ഏട്ടന്റെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഏട്ടനിത് പ്രയാസമാവില്ലേ? വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. പറയാനുള്ളത് ഞാൻ പറയും. ഗോപിക, ദേവി അത് ഏട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. അല്ല, അപ്പൊ നിങ്ങൾ എന്താ പറയണേ? മാലാഖ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നോ? അതെ, പറ്റില്ല. ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ഗോപിക, എനിക്ക് മാലാഖെ തരാന്ന് ഗോപികല്ലേ വാക്കെന്നിരുന്നേ? അത് അന്ന് ഈ പറയുന്ന മാലാഖ എന്റെ ചേച്ചിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഗോപിക, ഗോപിക, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ വീട്ടുകാരോട് ഋഷി സംസാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. അമ്മേ, ഋഷി, മോനെ ഋഷി, അമ്മേ. മോനെ, എടാ. ഗോപിക, മോനെ, ഋഷി, മോക്ക് സുഖല്ലേ? ഋഷി മോനെ, ഇപ്പോഴാ മോനെ അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്. സമാധാനായ. അമ്മയും അച്ഛനെയും മുത്തശ്ശിയൊന്നും വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. കാറ് മരത്തിലേക്ക് ഇടിച്ചു കയറിയപ്പോ എല്ലാം അവിടെ കഴിഞ്ഞെന്നാ ഞാൻ വിചാരിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.